യേശുവിൽ പ്രിയപ്പെട്ടവരെ, നാം കേൾക്കുന്ന, നാം വായിക്കുന്ന വചനം നമ്മളെ വിശുദ്ധീകരിക്കുന്നുണ്ട്. ആ വചനം നമ്മളെന്താണ്, ആരാണെന്ന് നമുക്ക് വെളിപ്പെടുത്തി തരുന്നുണ്ട്. ഈ ഒരു അറിവിൽ നിന്ന് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ മാറ്റങ്ങൾ വരുത്താൻ തയ്യാറാകുമ്പോഴാണ് വചനമനുസരിച്ച് ജീവിക്കുന്നവരായി, അനുഗ്രഹിക്കപ്പെട്ടവരായി നമ്മൾ മാറുക. അല്ലെങ്കിൽ നമ്മൾ വെറും ആത്മവഞ്ചകരായി തീരുന്നു. ഇന്ന് വിശുദ്ധരായ എലിസബത്തിൻ്റെയും സക്കറിയായുടെയും തിരുനാൾ ആചരിക്കുകയാണ്. അവരെക്കുറിച്ച് വചനം പറയുന്നത്, അവർ ദൈവത്തിൻ്റെ മുമ്പിൽ നീതിയോടെ ജീവിച്ചു, ദൈവപ്രമാണങ്ങളും കൽപ്പനകളും കുറ്റമറ്റമേതും അനുസരിച്ചു. അങ്ങനെ ജീവിച്ചിട്ട് പോലും അവർക്ക് ഒരു മകനെയോ മകളെയോ കിട്ടിയില്ല. പക്ഷേ എന്നിട്ടും അവർ അതേ ജീവിതശൈലി തുടരുകയാണ് ചെയ്തത്. ഒരിക്കലും പുറകോട്ട് പോയില്ല. വാർദ്ധക്യത്തിൽ അസാധ്യമായ സമയത്ത് ദൈവം അവർക്കൊരു മകനെ നൽകി. പ്രിയപ്പെട്ടവരെ, വചനം അനുസരിച്ച് ജീവിക്കാൻ നാം വിളിക്കപ്പെട്ടവരാണ്. എന്തെങ്കിലും അനുഗ്രഹങ്ങൾ കിട്ടാൻ വേണ്ടിയല്ല നമ്മൾ ഈ വചനം അനുസരിക്കുക, മറിച്ച് ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി മാത്രം. നമ്മളെ ഒത്തിരി സ്നേഹിക്കുകയും നാം ഒത്തിരി സ്നേഹിക്കുകയും ചെയ്യുന്നവർ എന്ത് പറഞ്ഞാലും അനുസരിക്കാൻ തയ്യാറാകുന്നത് പോലെ ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി വചനമനുസരിച്ച് ജീവിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.